ഇപ്പോൾ കുറച്ചുകൂടെ വലിയ സ്ക്രീനിലോട്ടൊക്കെ വന്നാൽ കിട്ടില്ല സിനിമയായിരിക്കും. പിന്നെ നല്ല ആൾ കയറും. റിവ്യൂ എന്തായാലും വരുമ്പോൾ ആൾ കയറും. യുവൻ ശങ്കർ രാജ കിടിലമായിരുന്നു. ഒരു പഴയ വിൻറ്റേജ് യുവൻ ശങ്കർ രാജാവിനെ ഒരു തിരിച്ച് കണ്ടതുപോലെയായിരുന്നു. സിനിമയിൽ சேர என்னெல்லாம் പാടുപെട്ടോங்கிறத കാമിக்கிறாங்க. ജേഴ്സി പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും എത്തിയിട്ടില്ല. നല്ല പടമാണ്. കവിൻ്റെ നല്ലൊരു മൂവിയായിരുന്നു. നല്ല റിയാലിറ്റി ഒക്കെ ഉണ്ട്. നല്ല പടം. ഭയങ്കര സ്ട്രഗിൾസ് ഒക്കെ പറയുന്ന ഒരു സിനിമ. നല്ല സ്ട്രഗിൾസ് പറഞ്ഞ ഒരു മോട്ടിവേഷൻ മൂവിയാണ്. ഇവന്റെ മ്യൂസിക് ആണോ? നല്ല മ്യൂസിക്കാണ്. നായികയുടെ പുതിയ ആൾക്കാർ. നല്ല പടം. നല്ല രീതിയിലുള്ള നല്ല സീക്വൻസ് ആയിരുന്നു. കേൾക്കാൻ പറ്റും. ഇല്ല നല്ല ഡയലോഗായിരുന്നു. പടം കൊള്ളായിരുന്നു. ഹേർട്ട് ടച്ചിങ് ആയിരുന്നു. ഒരു സാധാരണ ഒരു കോമൺ പീപ്പിളിന് ഇത്രയും ഒരു സ്റ്റാർ ആവുന്ന രീതിക്ക് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. വേറെ ഒന്നുമില്ല. യുവൻ ശങ്കർ രാജ കിടിലമായിരുന്നു. ഒരു പഴയ വിൻറ്റേജ് യുവൻ ശങ്കർ രാജാവിനെ ഒരു തിരിച്ച് കണ്ടതുപോലെയായിരുന്നു. പിന്നെ ഡയറക്ടർ ആക്ടർ കവിൻ, യുവൻ ശങ്കർ രാജ ബ്രൈറ്റ് ഷൈൻ. കിടിലായിരുന്നു. പുതിയ സ്റ്റാർ തന്നെയാണ് കോളിവുഡിൽ. സ്റ്റാറാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല സ്റ്റോറി, നല്ല പിക്ചറൈസേഷൻ നന്നായിട്ടുണ്ട്. മ്യൂസിക്കും കൊള്ളാം, നല്ല മ്യൂസിക്കാണ്. எனக்கு ரொம்ப பிடிச்சிருக்கு. தமிழ் நல்லா சூப்பராக சினிமாவில் செய்கிற என்னெல்லாம் பாடுபட்டோங்கிறத காமிக்கிறாங்க. அந்த கவினோட ஆக்ட் சூப்பர். ஹீரோயினும் அந்த ரெண்டாவது ஹீரோயின் சூப்பர். யுவன் மியூசிக் எப்படி இருக்கு? மியூசிக் பாட்டு சூப்பர். யுவன்னா கேட்கணுமா? സൂപ്പർ പാട്ട്. നല്ല പടം. ഇവന്റെ മ്യൂസിക് ഇവനാണ് ബാക്ക് ബോൺ ആയിരുന്നു. കുറെ നാളെ പുള്ള മ്യൂസിക് മാത്രമേ ഏൽക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നുന്നു. ഇതിലും മാറും. മെലഡി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് സൂപ്പറായിരുന്നു. സിനിമ തേടിപ്പോകുന്ന അങ്ങനെ ഒരു കഥയല്ലേ വരുന്നത്? അങ്ങനെയൊന്നുമില്ല, പക്ഷേ സിനിമ കൊള്ളാം. നല്ല പടം. കവിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്. നല്ല സിനിമ കേട്ടോ, നല്ല സിനിമ. നല്ലതെന്ന് പറഞ്ഞാൽ റൊമാൻസ്, പിന്നെ പക്ക മനസ്സിന് ഭയങ്കര ഫീലാണ്. പിന്നെ സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഫീലുള്ള സിനിമ. BGM ആയാലും ബാക്ക്ഗ്രൗണ്ട്. ആള് ഓഡിയോ ചെറുതാണ്. ഓഡിയോ 3-ലാണ്. അവിടെ വലിയ സീറ്റിംഗ് കപ്പാസിറ്റി, സ്ക്രീനൊക്കെ ചെറുതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ സ്ക്രീനിലോട്ടൊക്കെ വന്നാൽ കിട്ടില്ല സിനിമയായിരിക്കും. പിന്നെ നല്ല ആൾ കയറും. റിവ്യൂ എന്തായാലും വരുമ്പോൾ ആൾ കയറും. സെക്കൻഡ് ഹാഫും നല്ലതായിരുന്നു. നല്ല മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ആരായാലും കുറച്ച് ഏത് മേഖലയിൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്കൊക്കെ പറ്റിയ മൂവിയാണ്. മോട്ടിവേറ്റ് ആയിരുന്ന് കാണാം. അടിപൊളി. ഫാദറായിട്ടാണ്, ഹീറോയിൻ്റെ ഫാദറായിട്ടാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരു പഴയകാല ഒരു ടച്ച് അത്യാവശ്യം കൊള്ളാം. நல்லா பண்ணியிருக்காப்ல. அடுத்த ஸ்டார் தான். ஆமாம். സെക്കൻഡ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കാം. കവിൻ്റെ അപ്പിയറൻസ് കൊള്ളാം. സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള അപ്പിയറൻസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. അദ്ദേഹം ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്നാലും അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, സ്ട്രഗ്ലിങ് ചിലയിടത്ത് കണക്റ്റ് ആവുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത സെക്കൻഡ് ഹാഫിൽ അത് കണക്റ്റ് ആയ രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അത് ഒരു ഇമോഷൻസായിട്ട് കണക്റ്റ് ആവുന്നില്ല. ചിലയിടത്ത് എന്തോ ഒരു നാടകം പോലെയൊക്കെയാണ് തോന്നിയത്. ജേഴ്സി പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും എത്തിയിട്ടില്ല. ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിനയം, രണ്ടുപേരും അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കവിൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചത്. നന്നായിട്ടുണ്ട്. BGM ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് നന്നായിട്ട്.